നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്, അവധി ദിനമാണ്. പക്ഷേ വാർത്തകൾ ഈ ദിനത്തിലും സജീവമാണ്. ഇപ്പോൾ നമ്മളേറെ ആശങ്കയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് LPG ക്ഷാമവും പ്രതിസന്ധിയുമൊക്കെയാണല്ലോ. അപ്പോൾ അതിനെ നേരിടാനുള്ള നടപടികളൊക്കെ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേസമയം തന്നെ ഈ പശ്ചിമേഷ്യയിൽ ഈ ആക്രമണങ്ങൾക്ക് കുറവൊന്നും വന്നിട്ടില്ല. ലോക നേതാക്കളുടെ ഭാഗത്തു നിന്നും ഇന്നും പ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നുമുണ്ട്. ഒപ്പം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലാണ് ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അത് ഇന്നോ നാളെയോ ഒക്കെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ രാഷ്ട്രീയ കേരളമൊക്കെ. മുന്നണികളെല്ലാം തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി റെഡിയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കൊടുക്കുകയാണ്. ഇനി പ്രഖ്യാപിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വാർത്തകളൊക്കെ നമുക്ക് സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് കാതോർത്ത് കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങൾ. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകുമെന്ന് സൂചന. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് സജ്ജരായി മുന്നണികൾ. CPM-ന്റെയും കോൺഗ്രസിന്റെയും ആശങ്കയായി G. സുധാകരന്റെയും K. സുധാകരന്റെയും നിലപാടുകൾ. ഇറാനുമായി ഉടൻ കരാറില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണ കൈപ്പറ്റുന്നവർ യുദ്ധത്തിന് സഹായിക്കണമെന്നും US പ്രസിഡന്റ്. മുജ്തബ ഖമനേയി ജീവിച്ചിരിപ്പില്ലെന്നും ട്രംപ്. ഹോർമൂസ് കടലിടുക്കിൽ വിലക്ക് അമേരിക്കയ്ക്കും ഇസ്രയേലിനും മാത്രമെന്ന് ഇറാൻ. ഇറാഖിലെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പൗരന്മാരോട് രാജ്യം വിടണമെന്ന് ബാഗ്ദാദിലെ US എംബസി. അലുവ അതുൽ കൊലക്കേസിൽ മുഴുവൻ പ്രതികളും പിടിയിൽ. മുണ്ടക്കയത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തത് 4 പ്രതികളെ. കേസിലാകെ 8 പ്രതികൾ. കൊലയ്ക്ക് ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിൽ. ഇന്ന് തെളിവെടുപ്പ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഇന്ന് അയോധ്യയിലേക്ക്. യാത്ര പ്രത്യേകം സജ്ജീകരിച്ച ട്രെയിനിൽ. വ്യാഴാഴ്ച ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമ യന്ത്രം സ്ഥാപിക്കുന്നതിനും അനുബന്ധ പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മ സാക്ഷിയാകും. സന്ദർശനം ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ച്. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആശ്വാസ സമനില. ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായത് മലയാളി താരം മുഹമ്മദ് അജ്സൽ. BCCI വാർഷിക പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനത്തിന് കാതോർത്തിരിക്കുകയാണ് കേരളം. പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നാണ് സൂചന. വിജ്ഞാപനത്തിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സജ്ജരായി 3 മുന്നണികളുമുണ്ട്. കോൺഗ്രസും BJP-യും 1ാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഇടതുമുന്നണി ഒറ്റഘട്ടമായിട്ടായിരിക്കും പ്രഖ്യാപനമൊക്കെ നടത്തുക. വിജ്ഞാപനത്തിന്റെ തലേന്നും CPM-ന്റെയും കോൺഗ്രസിന്റെയും ആശങ്ക വർദ്ധിപ്പിച്ച് ഈ G. സുധാകരന്റെയും K. സുധാകരന്റെയും ഒക്കെ നിലപാടുകൾ അതുപോലെ തന്നെ നിൽക്കുകയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, ഇനി പ്രഖ്യാപിക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. മുന്നണികളെല്ലാം തന്നെ സ്ഥാനാർത്ഥി പട്ടികയുമായി റെഡിയാണല്ലേ? മായ, അത് തന്നെയാണ് വിജ്ഞാപനം. കേരളം ഇനിയിപ്പോൾ കാത്തിരിക്കുന്ന രാഷ്ട്രീയ മണിക്കൂറുകളെന്ന് പറയുന്നത്, രാഷ്ട്രീയ കേരളത്തിലെ ആ മണിക്കൂറുകളെന്ന് പറയുന്നത് എന്നാകും വിജ്ഞാപനം എന്നൊരു കാത്തിരിപ്പ് തന്നെയാണ്. ഏറെക്കുറെ നാളെ അല്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അവിടെ നിന്ന് ലഭിക്കുന്ന ചില സൂചനകളൊക്കെ അറിയുമ്പോൾ ചിലപ്പോൾ ഇന്ന് തന്നെ വിജ്ഞാപനം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. നാളെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏറെക്കുറെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വിജ്ഞാപനം. കാരണം ഇനിയുള്ള മണിക്കൂറുകൾ ആ വിജ്ഞാപനത്തിൻ്റെയൊക്കെ ഒരു സമയമാണ്. എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ തീയതി അറിയിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാപനം ഉണ്ടാകാം. കേരളം ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നു മെയ് 5-ന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ്, അതായത് റിസൾട്ട്, തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്ന രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് തീയതിയൊക്കെ ആയിരിക്കും പ്രഖ്യാപനമൊക്കെ ഉണ്ടാവുക എന്നാണ് ഏറെക്കുറെ ഒരു കണക്ക് കൂട്ടുന്നൊക്കെ ആ രീതിയിൽ തന്നെയാണ്. എന്തായാലും മുന്നണികളൊക്കെ തന്നെ ഇതിനു വേണ്ടി കാതോർത്തിരിക്കുന്നു. രാഷ്ട്രീയ കേരളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ആ രീതിയിൽ തന്നെ സജീവമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ, ആദ്യത്തെ 1-2 മണിക്കൂറുകൾക്കുള്ളിൽ നിന്ന് തന്നെ ഈ രീതിയിൽ ഈ ആദ്യം 2 മണിക്കൂറുകൾ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. CPM-ഉം CPI-യും ആദ്യം തന്നെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതിന്റെ 1ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാകും ഉണ്ടാവുക. പൂർണ്ണമായും 1ാം ഘട്ടമായി CPM-ഉം CPI-യും പ്രഖ്യാപിക്കുന്നില്ല. ആദ്യം ഒറ്റഘട്ടമായി തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. അതേസമയം കോൺഗ്രസും BJP-യും ആകട്ടെ, കോൺഗ്രസിനകത്ത് 1ാം ഘട്ട പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് അവർ തയ്യാറെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ 40 മുതൽ 60 വരെ സ്ഥാനാർത്ഥികളെ
ആദ്യഘട്ടത്തെ പ്രഖ്യാപിക്കണമെന്നൊക്കെയാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഏറെക്കുറെ അതിന്റെ ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. BJP-യിലായാലും ഒന്നാം ഘട്ടത്തിലെ സ്ഥാനാർത്ഥികളെ തന്നെയാവും ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ട് പിന്നാലെ അവർ പ്രഖ്യാപിക്കുക. ഇതിനകത്ത് ഏറ്റവും വലിയ തർക്കമായിരിക്കുന്നത് കോൺഗ്രസിന്റെ കാര്യത്തിൽ തന്നെയാണ്. CPM-നുള്ളിലോ CPI-ക്കുള്ളിലോ തർക്കങ്ങളൊന്നും തന്നെയില്ല. അവർക്ക് ഏറെക്കുറെ ഉഭയകക്ഷി ചർച്ചകളും ഒക്കെ തന്നെ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിനകത്ത് ഒരു തർക്കത്തിനുള്ള സാധ്യതയൊന്നുമില്ലാതെ അവർ എല്ലാം പൂർത്തിയായി. പക്ഷെ അത് വിജ്ഞാപനം വരുന്നത് വരെ മാത്രം കാത്തിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ അങ്ങനെയല്ല. കോൺഗ്രസിനുള്ളിൽ തർക്കങ്ങൾ തന്നെ വലിയ തോതിൽ ഉണ്ടാവുകയാണ്. ഇതിനകത്ത് കെ സുധാകരന്റെ വിഷയം മാറ്റി നിർത്തിയാൽ പോലും അതിനപ്പുറത്തേക്ക് ഓരോ ജില്ലകളിലും ഈ പ്രശ്നം തിരുവനന്തപുരത്തായാലും ഏറെക്കുറെ ഉണ്ട്. കാരണം തിരുവനന്തപുരം സെൻട്രൽ CP ജോണിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിനെ ചുറ്റിയുള്ള തർക്കം ഇപ്പോഴും VS ശിവകുമാർ ആ സെൻട്രലിന് വേണ്ടി തന്നെയാണ് കണ്ണുനട്ടിരിക്കുന്നത്. നേമത്ത് KS ശബരിനാഥിന്റെ ഏറെക്കുറെ എല്ലാം പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ പോലും KS ശബരിനാഥ് അവസാന നിമിഷവും തനിക്ക് ഒരു വിമുഖത കാണിക്കുന്നു. കാരണം ഒരു ജയസാധ്യത എത്രത്തോളം എന്ന ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ശബരിനാഥിന് ചില ഭാഗത്ത് ചില അതൃപ്തികളോ വിമുഖതയൊക്കെ ഉണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ അവിടെയൊക്കെ ചില പ്രധാന സീറ്റുകൾ പുനഃപരിശോധന നടക്കുമോ എന്നതുപോലും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നില്ല. അതേസമയം മറ്റു ജില്ലകളിലൊക്കെ തന്നെയും സമാനമായ രീതിയിൽ തന്നെ കോൺഗ്രസിന് പ്രതിസന്ധിയുണ്ട്. അതിനപ്പുറത്തേക്കാണ് ഈ രണ്ടുപേരും, അതായത് G സുധാകരനായാലും K സുധാകരനായാലും ഇടതു വലതു മുന്നണികളെ അവസാന നിമിഷം ആശങ്കയിലാക്കുന്നു, അല്ലെങ്കിൽ അവസാന നിമിഷവും ഇവരുടെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം K സുധാകരന്റെ നിലപാട് തന്നെയാണ്. K സുധാകരൻ നാളെ കോൺഗ്രസ് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള അവസാനവട്ട നീക്കം. അതൊരുപക്ഷെ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് കൊണ്ടുപോകാൻ തന്നെയാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് K സുധാകരൻ കഴിഞ്ഞ ദിവസത്തോടുകൂടി അദ്ദേഹം ഡൽഹിക്ക് പോകുന്നില്ല, താൻ ഇല്ല എന്നൊരു നിലപാട് അദ്ദേഹത്തുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഡൽഹിക്ക് പോകുന്നില്ല എങ്കിൽ ആ ഒരു അനുനയ നീക്കത്തിന് K സുധാകരൻ തയ്യാറാകുന്നില്ല എന്നതാണ്. K സുധാകരൻ അനുനയ നീക്കത്തിന് തയ്യാറാകാതിരിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ വെട്ടിലാക്കുന്നതിന് തുല്യം തന്നെയാണ്. കാരണം അങ്ങനെ ഡൽഹിയിൽ പോകാതെ അടങ്ങി ഒരുപക്ഷെ ഒന്നിനും പെടാതെ K സുധാകരന്റെ രീതി അനുസരിച്ച് അദ്ദേഹം അങ്ങനെ മാറി നിൽക്കുകയില്ല. അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ഒരു നിലപാട് പുറത്തെടുക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ എങ്ങനെയാണോ G സുധാകരൻ CPM-നെ വെട്ടിലാക്കുന്നത് അതേ രീതിയിലൊരു നിലപാടും K സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ള രീതിയിൽ വലിയ ആശങ്കയിൽ തന്നെയാണ്. അത് എന്തായാലും വരും മണിക്കൂറുകളൊക്കെ തന്നെ സുധാകരനുമായി ബന്ധപ്പെട്ട വാർത്തകൾ കണ്ണൂരിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതേ നിലപാട് തന്നെയാണ് ആലപ്പുഴയിൽ G സുധാകരനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് കഴിഞ്ഞ ദിവസം നമുക്ക് റാലിയൊക്കെ നടത്തി അവർ പ്രതിരോധിച്ചു. അതിനപ്പുറത്തേക്ക് വീടുകൾ കയറി കുടുംബ സംഗമമൊക്കെ നടത്തി ആലപ്പുഴയിൽ G സുധാകരനെതിരായ ഒരു വികാരം, അതായത് G സുധാകരൻ പാർട്ടിക്ക് വിട്ടുപോയി സ്വതന്ത്രനായി മത്സരിച്ചാലും അവിടെ പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല എന്ന രീതിയിൽ എച്ച് സലാമിന്റെ അവിടുത്തെ നിലവിലെ MLA ആയ എച്ച് സലാമിന്റെ നേതൃത്വത്തിന്റെ കുടുംബ സംഗമമൊക്കെ നടത്തി അങ്ങനെ മുന്നോട്ട് പോയി അതിനെ പ്രതിരോധിക്കാനുള്ള വരും മണിക്കൂറുകൾ വരുന്ന ആളുകളിലൊക്കെ തന്നെ അങ്ങനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി CPM തീരുമാനിച്ചിട്ടുണ്ട്. രണ്ട് മുന്നണികളെ വലിയ രീതിയിൽ തന്നെ CPM-നെയും കോൺഗ്രസിനെയും G സുധാകരനും K സുധാകരനും ആ രീതിയിൽ തന്നെ ആശങ്കപ്പെടുത്തുന്നു എന്ന് തന്നെ പറയുന്ന ഒരു തർക്കമില്ല. ഒപ്പം NDA സംബന്ധിച്ച് NDAയുടെ സീറ്റ് വിഭജന ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി അഥവാ പൂർത്തിയായില്ലെങ്കിൽ പോലും വിജ്ഞാപനം നാളെ വരികയാണെങ്കിൽ തന്നെയും BJP ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അവിടെ പ്രമുഖ മണ്ഡലങ്ങൾ അവർ ഏറെ പ്രതീക്ഷിക്കുന്ന സ്റ്റാർ കാറ്റഗറിയിലുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെ സ്ഥാനാർത്ഥി BJP-യുടെ പ്രമുഖ മുഖങ്ങളെ തന്നെ ഏറെക്കുറെ നിരത്തി. ശരിയാണ് ഫിൽറ്റ്. എന്തായാലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്നോ നാളെയും ഒക്കെ ആയിട്ടുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി മുന്നണികളൊക്കെ തന്നെ റെഡിയാണ്. ഒപ്പം K സുധാകരൻ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ G സുധാകരൻ എങ്ങനെ പ്രതിരോധിക്കാമെന്നാണ് CPM ഒക്കെ കൂടി ആലോചിക്കുന്നത്. അൺഫിലിറ്റാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ച സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മണ്ഡലങ്ങളിലൊക്കെ സജീവമാണ്. അപ്പോൾ ഈ പറവൂർ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയാണ് E.T. ടൈസന്റെ പ്രചരണ പരിപാടികൾക്കൊക്കെ തുടക്കമായിട്ടുണ്ട്. പറവൂരിൽ LDF ചരിത്രം രചിക്കുമെന്നാണ് മണ്ഡലത്തിലെത്തിയ E.T. ടൈസൺ പറഞ്ഞത്. നിലവിൽ കയ്പമംഗലം MLA ആണ് E.T. ടൈസൺ. സംസ്ഥാനത്തെ LDF സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുന്നെയാണ് പറവൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച് വിജയമുറപ്പിക്കുകയാണ് LDF ലക്ഷ്യം. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് പറവൂരിൽ ടൈസൺ മാസ്റ്ററെ സ്ഥാനാർത്ഥിയാക്കാൻ ധാരണയായത്. പിന്നാലെ E.T. ടൈസൺ പ്രചാരണ പ്രവർത്തനങ്ങളും തുടങ്ങി. ഇന്നലെ മണ്ഡലത്തിന്റെ അതിർത്തിയായ മൂത്തുകുന്നത്ത് ടൈസൺ മാസ്റ്റർക്ക് LDF പ്രവർത്തകർ സ്വീകരണം നൽകി. വാഹനജാഥയുടെ അകമ്പടിയോടെയാണ് ടൈസൺ മാസ്റ്റർ മണ്ഡലത്തിലെത്തിയത്.
പറവൂരിൽ വി.ഡി. സതീശന്റെ വിജയ തുടർച്ചയ്ക്ക് തടയിടാനാകുമെന്ന പ്രതീക്ഷയും ഇ.ടി. ടൈസൺ പങ്കുവച്ചു. തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസത്തിലാണ്. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പരിപാടികൾ എല്ലാ വിഭാഗങ്ങളെയും സ്പർശിക്കുന്നതാണ്. ആ ഒരൊറ്റ കാര്യം മതി നമ്മുടെ ഈ പറവൂർ ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചടക്കാൻ. വേറെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്, അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പറയാം. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഈ പറവൂർ ചരിത്രം വിധിയെഴുതും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. നിലവിൽ കയ്പമംഗലം MLA-യായ ടൈസൺ മാസ്റ്റർ ഇവിടെ 2 ടൈം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് പറവൂരിലേക്ക് മാറുന്നത്. ശക്തനായ എതിരാളിയെ തന്നെ രംഗത്തിറക്കുന്നതോടെ പറവൂരിൽ കനത്ത പോരാട്ടമുണ്ടാകുമെന്നാണ് LDF കണക്കുകൂട്ടൽ. 4 നൂറ്റാണ്ടായി പറവൂരിലെ MLA-യായ സതീശനെ തളയ്ക്കാൻ ടൈസൺ മാസ്റ്റർക്ക് സാധിക്കുമെന്നാണ് CPI-യുടെ പ്രതീക്ഷ. 2001 ആദ്യമായി നിയമസഭയിലെത്തിയ സതീശൻ തുടർച്ചയായ 6ാം വിജയമാണ് ഇക്കുറി ലക്ഷ്യമിടുന്നത്. CPI-യിലെ MT നിക്സനെയാണ് കഴിഞ്ഞ തവണ സതീശൻ പരാജയപ്പെടുത്തിയത്. 21,301 വോട്ടുകൾക്കായിരുന്നു 2021 വി.ഡി. സതീശന്റെ വിജയം. അമൃത ന്യൂസ്, കൊച്ചി. വലതിനെയും ഇടതിനെയും ഒരുപോലെ പിന്തുണച്ച നിയമസഭാ മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത്. തുടർച്ചയായി 2 തവണ MK മുനീറിനൊപ്പമായിരുന്ന മണ്ഡലം കഴിഞ്ഞ തവണ പിന്തുണച്ചത് അഹമ്മദ് ദേവർകോവിലിനെയാണ്. 2026 മണ്ഡലം ആർക്കൊപ്പം നിൽക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കുറ്റിച്ചിറ, പയ്യാനക്കൽ, മീഞ്ചന്ത, മാങ്കാവ്, തളിക്ഷേത്രം തുടങ്ങിയ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുന്ന മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത്. 1957 കോഴിക്കോട് 2 എന്ന പേരിൽ രൂപീകൃതമായ മണ്ഡലത്തിൽ ആദ്യം വിജയക്കൊടി പാറിച്ചത് UDF സ്ഥാനാർത്ഥിയായിരുന്ന P. കുമാരനാണ്. 1987 കഥ മാറി. CPI-യുടെ CP കുഞ്ഞു മണ്ഡലത്തിലെ MLA ആയി. 2008 മണ്ഡലം കോഴിക്കോട് സൗത്തായി മാറി. പിന്നീടുള്ള വർഷങ്ങളിൽ മണ്ഡലത്തിലെ ജനങ്ങൾ ഇരുമുന്നണികൾക്കും തുല്യമായി അവസരങ്ങൾ നൽകി. പുതിയ പാലത്തെ വലിയ പാലമാണ് നിലവിലെ MLA അഹമ്മദ് ദേവർകോവിൽ വികസന നേട്ടമായി മുന്നോട്ട് വെക്കുന്നത്. ഞാൻ 5 വർഷം മുമ്പ് വോട്ട് ചോദിച്ച് പുതിയ പാലത്ത് വന്നപ്പോൾ അവിടെ ജനങ്ങൾ വളരെ താല്പര്യപൂർവ്വം എന്നോട് ചോദിച്ചൊരു ചോദ്യം, എല്ലാ തിരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികൾ വരും, ഇവിടെ പുതിയ പാലം യാഥാർത്ഥ്യമാക്കുമെന്ന വാഗ്ദാനം നൽകി തിരിച്ചു പോകാനാണ് പതിവ്. നിങ്ങളോട് ഞങ്ങൾ ഒരു ഉറപ്പ് ചോദിക്കുകയാണ്, ഈ പാലം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾ ഉറപ്പ് അവർക്ക് കൊടുത്തു. എൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ പാലം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തിരിക്കും എന്ന ഉറപ്പ് അവർക്ക് കൊടുത്തു. MK മുനീർ MLA ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന വികസനമല്ലാതെ പുതിയ എന്ത് പദ്ധതിയാണ് LDF കൊണ്ടുവന്നതെന്ന് MA റസാഖ് മാസ്റ്റർ ചോദിച്ചു. ഇത്തവണ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചു കയറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡോക്ടർ MK മുനീർ സാഹിബ് ഇവിടുന്ന് ജയിച്ച് മന്ത്രിയായിട്ടുണ്ട്. ആ മന്ത്രിയായ സന്ദർഭത്തിൽ ഒട്ടനവധി വികസനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ആ വികസനത്തിൽപ്പെട്ട ഒന്നാണ് പുതിയ പാലം എന്ന് പറയുന്ന വലിയ പാലം. ഒരു MLA എന്നുള്ള നിലക്കും മന്ത്രി എന്നുള്ള നിലക്കും അദ്ദേഹത്തിന് കൃത്യമായി കോഴിക്കോട് സൗത്തിനെ പഠിച്ച് അതിനാവശ്യമായിട്ടുള്ള വികസനം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുകയും അദ്ദേഹം നേതൃത്വം നൽകുകയും ചെയ്തു. വികസന മുരടിപ്പിന് ഉത്തമ ഉദാഹരണമാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലമെന്നും പുതിയ പാലത്തെ വലിയ പാലം കൊണ്ടുവരാൻ LDF സർക്കാരിന് വർഷങ്ങൾ എടുക്കേണ്ടി വന്നുവെന്നും BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ പറഞ്ഞു. പുതിയ പാലത്തെ വലിയ പാലത്തെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ ഹെഡിങ് എന്താ? 4 പതിറ്റാണ്ട് കാലത്തെ സ്വപ്നം എന്നാണ് പറയുന്നത്. ഒരു പാലം പണിയാൻ 4 പതിറ്റാണ്ട് എടുത്തത് വികസനമാണോ? പരിശോധിക്കണ്ടേ സത്യസന്ധമായിട്ട് ജനങ്ങൾ? സൗത്ത് നിയോജക മണ്ഡലത്തിൽ അക്ഷരാർത്ഥത്തിൽ വികസന മുരടിപ്പാണെന്ന് പറയാൻ ഒരു സംശയമുണ്ടല്ലോ. സിറ്റിംഗ് MLA ആയ അഹമ്മദ് ദേവർകോവിലാണ് ഇത്തവണയും സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നത്. 2.5 വർഷക്കാലം മന്ത്രിയായിരുന്നു അഹമ്മദ് ദേവർകോവിൽ. പുതിയ പാലത്തെ വലിയ പാലം ഉൾപ്പെടെയുള്ള വികസനങ്ങൾ വീണ്ടും LDF-ന് പിന്തുണയ്ക്കുമോ? MK മുനീർ UDF സ്ഥാനാർത്ഥിയായി എത്താനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതോടെ മത്സരം കടുക്കുമെന്നതിൽ തർക്കമില്ല. T. രനീഷും VK സജീവനുമാണ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. കൃത്യമായ അടിത്തറയുള്ള കോഴിക്കോട് സൗത്ത് മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF. പുതിയ പാലത്തെ വലിയ പാലം പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. ശക്തമായ പോരാട്ടവുമായി BJP-യും രംഗത്തുണ്ട്. കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്. സാമുദായിക സമവാക്യങ്ങൾ നിർണായകമായ ചരിത്രമാണ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലേത്. 1980 മുതൽ 4 പതിറ്റാണ്ട് UDF-നൊപ്പം ഉറച്ചുനിന്ന ചങ്ങനാശ്ശേരിയിൽ ഇടതുപക്ഷം ജയിച്ചു കയറിയത് കേരള കോൺഗ്രസ് M പ്രതിനിധിയായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിളിലൂടെയാണ്.
ജോബ് മൈക്കിൾ തന്നെ വീണ്ടും മത്സരത്തിന് തയ്യാറെടുക്കുമ്പോൾ ഒരു തുടർച്ചയാണ് LDF പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മണ്ഡലം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് UDF. BJPയും കനത്ത പോരാട്ടം തന്നെയാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. വിവിധ കാലഘട്ടങ്ങളിൽ ഇടത്തോട്ടും വലത്തോട്ടും ചെരിഞ്ഞ ചരിത്രമാണ് ചങ്ങനാശ്ശേരിയുടേത്. ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള സാമുദായിക നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾക്ക് കാരണമായിട്ടുമുണ്ട്. കേരള കോൺഗ്രസ് രൂപീകൃതമായതു മുതൽ ചങ്ങനാശ്ശേരിയുടെ ചരിത്രം കേരള കോൺഗ്രസുമായി വളരെ ചേർന്നു നിൽക്കുന്നതാണ്. 1970 തിരഞ്ഞെടുപ്പിൽ അവിഭക്ത കേരള കോൺഗ്രസ് നേതാവായിരുന്ന KJ ചാക്കോ ഇവിടെ നിന്നും വിജയിച്ച് നിയമസഭയിലെത്തി. 77 വിജയം ആവർത്തിച്ച അദ്ദേഹം CH മുഹമ്മദ് കോയ മന്ത്രിസഭയിലും അംഗമായി. 1980 മുതൽ 4 പതിറ്റാണ്ട് കേരള കോൺഗ്രസ് നേതാവായിരുന്ന CF തോമസ് ആയിരുന്നു ചങ്ങനാശ്ശേരിയുടെ MLA. 2001-6 കാലഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിയുമായി. 2021 കേരള കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ നടന്ന ശക്തമായ പോരാട്ടത്തിൽ 6000-ൽ പരം വോട്ടുകൾക്ക് കേരള കോൺഗ്രസ് എമ്മിലെ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ വിജയിച്ചു. കേരള കോൺഗ്രസിന് വേണ്ടി BJ ലാലി, BJPക്ക് വേണ്ടി G രാമൻ നായർ എന്നിവരായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം വലിയ വിജയം മണ്ഡലത്തിൽ നേടിയെങ്കിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും മണ്ഡലം വീണ്ടും UDFിനൊപ്പം നിന്നു. ചങ്ങനാശ്ശേരി നഗരസഭയിലും തൃക്കൊടുത്താനം മാടപ്പള്ളി പഞ്ചായത്തുകളിലും LDFന് ഭരണം നഷ്ടമായി. എന്നാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരിയിൽ വലിയ വിജയപ്രതീക്ഷയാണ് ഇടതുമുന്നണിക്കുള്ളത്. സാമുദായിക സംഘടനകളുമായി വലിയ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ജോബ് മൈക്കിൾ തന്നെയാവും സ്ഥാനാർത്ഥിയെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളടക്കം ഇവിടെ വിജയത്തിന് അടിസ്ഥാനമാകുമെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം 2021 ഇടതു തരംഗം ഇത്തവണ ഇല്ലെന്നും അതിനാൽ മണ്ഡലം വീണ്ടെടുക്കാനാകുമെന്നുമാണ് UDF വിലയിരുത്തൽ. വിവിധ വിഷയങ്ങളിൽ സർക്കാരിനോട് എതിർത്തു നിൽക്കുന്ന ക്രൈസ്തവ സഭകളുടെ വോട്ടും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് UDF കരുതുന്നത്. ശക്തമായ പോരാട്ടത്തിന് BJPയും ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കോട്ടയം. അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ 4 പ്രതികളെ കോട്ടയം മുണ്ടക്കയത്ത് നിന്ന് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പിടികൂടി. ഇവർ രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറും പിടിച്ചെടുത്തിട്ടുണ്ട്. മുണ്ടക്കയം മുരിക്കുംവയൽ സ്കൂളിന് സമീപത്ത് നിന്നാണ് ഈ പ്രതികൾ പിടിയിലായത്. കരുനാഗപ്പള്ളി സ്വദേശി വിഷ്ണു, കുലശേഖരപുരം സ്വദേശികളായ ഹുസൈൻ, മുഹമ്മദ് ആഷിഖ്, നൌഫൽ എന്നിവരാണ് മുണ്ടക്കയത്ത് നിന്ന് പിടിയിലായത്. കൊലപാതകത്തിന് ശേഷം കാറിൽ കൊല്ലത്ത് നിന്ന് കടന്നു കളഞ്ഞ 4-അംഗ സംഘം വിവിധ സ്ഥലങ്ങൾ ചുറ്റിത്തിരിഞ്ഞ ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുവാനാണ് മുണ്ടക്കയം ഭാഗത്തേക്ക് വന്നത്. പ്രതികളെ രഹസ്യമായി പിന്തുടർന്ന പോലീസ് കാഞ്ഞിരപ്പള്ളി എരുമേലി റൂട്ടിലെ 26-ാം മൈലിൽ തടയാൻ ശ്രമിച്ചെങ്കിലും പിടികൂടാനായില്ല. പോലീസിനെ വെട്ടിച്ച് എരുമേലി റൂട്ടിലേക്ക് വന്ന ഇവർ മുണ്ടക്കയത്ത് നിന്നും പുഞ്ചവയൽ റൂട്ടിലേക്ക് തിരിഞ്ഞു പോവുകയായിരുന്നു. മുരിക്കുംവയൽ ഗവൺമെന്റ് സ്കൂളിന് സമീപത്തെ വീതി കുറഞ്ഞ റോഡിൽ വണ്ടി കുടുങ്ങുകയും വണ്ടി ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസും നാട്ടുകാരും ചേർന്ന് ഇവരെ പിടികൂടുകയായിരുന്നു. ഇതോടെ കേസിലെ 8 പ്രതികളും പിടിയിലായി. കോട്ടയം പോലീസ് പിടിച്ച പ്രതികളെ കൊല്ലം പോലീസിന് കൈമാറും. ഇറാനുമായി ഉടൻ കരാറില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ കൈപ്പറ്റുന്ന UK ഉൾപ്പെടെയുള്ള സഖ്യരാജ്യങ്ങൾ കടലിടുക്ക് പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്കൊപ്പം യുദ്ധത്തിൽ പങ്കാളികളാകണമെന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ആവശ്യപ്പെട്ടു. അതേസമയം ഇന്ധന പ്രതിസന്ധി ആഗോളതലത്തിൽ തന്നെ രൂക്ഷമായി തുടരവേ ആശ്വാസമായി ഇറാന്റെ നിർണായക നിലപാട്. ഹോർമൂസ് കടലിടുക്കിൽ വിലക്ക് അമേരിക്കയ്ക്കും ഇസ്രയേലിനും മാത്രമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കി. അമേരിക്കയുടെ ആസ്തികളും സൈനിക ബേസുകളും മാത്രമാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നതെന്നും നിർഭാഗ്യവശാൽ അവ ഇറാന്റെ അയൽ രാജ്യങ്ങളിലാണെന്നും അരഗ്ചി കൂട്ടിച്ചേർത്തു. അതിനിടെ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാറായിട്ടില്ലെന്നാണ് NBCക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപിന്റെ പ്രതികരണം. ഖാർഗ് ദ്വീപിൽ ഇനിയും ആക്രമണം നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. മാത്രമല്ല, ഇറാഖിലെ US പൗരന്മാരോട് ഉടൻ രാജ്യം വിടണമെന്ന് ബാഗ്ദാദിലെ US എംബസി ആവശ്യപ്പെട്ടു. എംബസിക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഈ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുജ്തബ ഖമനേയി ജീവിച്ചിരിപ്പില്ലെന്നും ട്രംപ് NBCക്ക് നൽകിയ അഭിമുഖത്തിൽ സംശയം പ്രകടിപ്പിച്ചു. ഇടുക്കിയിലെ പട്ടയഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം ഒഴിവാക്കിയ സർക്കാർ തീരുമാനത്തെ ചൊല്ലി ഇടത് വലത് മുന്നണികൾ തമ്മിൽ വാക്പോര്. ഇടുക്കിയുടെ ഭാവി വികസനത്തിന് കുതിപ്പേകുന്ന തീരുമാനമാണിതെന്ന് LDF നേതാക്കൾ അവകാശപ്പെട്ടു. എന്നാൽ നിർമ്മാണ നിരോധനം നീക്കിയ നടപടി തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണെന്ന് UDF ആരോപിക്കുന്നു. 1960 ഭൂനിയമം ഭേദഗതി ചെയ്തതിന് പിന്നാലെയാണ് സർക്കാർ ഇടുക്കിയിലെ നിർമ്മാണ നിരോധനവും നീക്കിയത്. ഇതോടെ പട്ടയം ഭൂമിയിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കാം. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമായത്. ഇടുക്കിയുടെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായക തീരുമാനമാണ് ഇതെന്ന് LDF നേതാക്കൾ അവകാശപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ ഭാവി നിശ്ചയിക്കുന്ന നിർണായക വഴിത്തിരിവാണ് LDF ഗവൺമെന്റിലൂടെ യാഥാർത്ഥ്യമായിരിക്കും.
ഏത് വിധത്തിലുള്ള നിർമ്മാണങ്ങളും സുഗമമായി തുടരുന്നതിനും ജനങ്ങൾക്ക് ഇനി അവസരം ലഭിക്കും. ഭൂപ്രശ്നങ്ങൾ വഷളാക്കിയ സർക്കാർ ഇപ്പോഴെടുത്ത തീരുമാനം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് UDF ആരോപിക്കുന്നു. ഇതൊന്നും ആളുകൾക്ക് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഇതെല്ലാം അനാവശ്യമായ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി പോകാൻ വേണ്ടി. അതുകൊണ്ട് ക്രമവൽക്കരണത്തിൻ്റെ കാര്യത്തിലായാലും അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണത്തിന് അനുമതി കൊടുക്കുന്ന കാര്യത്തിലായാലും യാതൊരുവിധ ഉപാധികളും പറയാൻ പാടില്ല. ഭൂനിയമ ഭേദഗതിയും നിർമ്മാണ നിരോധനം നീക്കിയ നടപടിയും തിരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. എന്നാൽ കെട്ടിട നിർമ്മാണ ക്രമവൽക്കരണത്തിന് ഫീസ് ഈടാക്കാനുള്ള സർക്കാർ തീരുമാനം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് UDF ഇതിനെ പ്രതിരോധിക്കുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി അമൃതപുരിയിൽ നിന്നും ഇന്ന് യാത്ര തിരിക്കും. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനൊപ്പം ഈ മാസം 19-ന് രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങുകളിൽ പങ്കെടുക്കാനായാണ് അമ്മയുടെ യാത്ര. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും അമ്മയെ അനുഗമിക്കും. സുധീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുധീഷ്, അമ്മ അയോധ്യയിലേക്ക് പോകുന്നു, രാഷ്ട്രപതിക്കൊപ്പമാണ് അമ്മ പോകുന്നത്. ഏറെ അഭിമാനകരമായ ഒന്നാണ്. എപ്പോഴായിരിക്കും യാത്ര? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? തീർച്ചയായും അഭിമാനത്തിനൊപ്പം ആത്മീയമായ ഒരു ഉണർവിൻ്റെ കൂടി നേട്ടമായി വേണം ഇത്തരം ചടങ്ങുകളെയൊക്കെ തന്നെ നമ്മൾ ഭാരതീയർ കാണാൻ. തീർച്ചയായും അമ്മ ഉച്ചയോടുകൂടിയാണ് കായംകുളത്ത് നിന്നും പ്രത്യേകം തയ്യാറാക്കിയ ട്രെയിനിൽ അയോധ്യയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഇന്ന് യാത്ര തിരിച്ചാൽ 19 നടക്കുന്ന ചടങ്ങിലേക്കായിരിക്കും അമ്മ അവിടെ എത്തിച്ചേരുക. തുടർന്ന് അവിടെ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത് പ്രത്യേക പൂജകളിലും ഇതിലൊക്കെ അമ്മ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ചടങ്ങുകളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ശ്രീരാമക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ഈ പുനഃപ്രതിഷ്ഠയൊക്കെ നടന്നതിന് ശേഷമുള്ള അയോധ്യയിലേക്കുള്ള അമ്മയുടെ ആദ്യ സന്ദർശനം കൂടിയാണിത്. ഏതായാലും ഈ ആശ്രമ പരിസരത്തു നിന്നും അല്ലെങ്കിൽ ആശ്രമത്തിലെ അന്തേവാസികളും ബ്രഹ്മചാരികളും സന്യാസി ശ്രേഷ്ഠരും ഉൾപ്പെടെ വലിയൊരു സംഘം അമ്മയ്ക്കൊപ്പം അയോധ്യയിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട്. ഏകദേശം 1200ഓളം പേർ അടങ്ങുന്ന ഒരു തീർത്ഥാടക സംഘമാണ് ഈ അമ്മയ്ക്കൊപ്പം ഈ അയോധ്യയിലേക്കുള്ള ഈ യാത്രയിൽ അമ്മയെ അനുഗമിക്കുക. ശ്രീരാമക്ഷേത്ര ട്രസ്റ്റിന്റെ ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ന് 19-ന് നടക്കുന്ന ഈ മാസം 19-ാം തീയതിയിൽ നടക്കുന്ന ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അമ്മ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുന്നത്. ഈ ചടങ്ങുകളോടനുബന്ധിച്ച് അയോധ്യയിൽ പ്രത്യേക ശ്രീരാമക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഒപ്പം തന്നെ പ്രത്യേക പ്രാർത്ഥനകളും ഒക്കെ നടക്കും. ഇതിലൊക്കെ അമ്മ പങ്കെടുക്കുന്നുണ്ട്. ഏറെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ഒരു യാത്രയിൽ അമ്മയോടൊപ്പം തന്നെ 1300ഓളം ഈ ഭക്തരും അമ്മയുടെ മക്കളും അമ്മയെ അനുഗമിക്കുന്നുണ്ട്. അത്തരത്തിൽ ഏറെ അഭിമാനകരമായ ഒരു നേട്ടം കൂടിയാണ് ഇത്. അമ്മയ്ക്കൊപ്പം തന്നെ നിരവധി വിശിഷ്ട വ്യക്തികളും ഈ ചടങ്ങുകൾ ഭാഗമാകുന്നുണ്ട്. ഏതായാലും ഈ ഭാരതീയ സങ്കല്പങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പല ആത്മീയ നേതാക്കളും ഈ ഒരു ചടങ്ങുകളിൽ വിശിഷ്ട അതിഥികളായി ഈ ഒരു പ്രത്യേക ചടങ്ങുകളിൽ ഭാഗമാക്കും. ഏതായാലും ഈ ഒരു യാത്ര, അതായത് അമ്മ ട്രെയിനിലാണ്, പ്രത്യേകം തയ്യാറാക്കിയ ഒരു ട്രെയിനിലാണ് അമ്മ അയോധ്യയിലേക്ക് യാത്ര തിരിക്കുന്നത്. ഏകദേശം 1080-കൾക്ക് ശേഷം അല്ലെങ്കിൽ 1080-ലൊക്കെ ആയിരുന്നു ഇത്തരത്തിൽ അമ്മ ആത്മീയമായ യാത്രകൾക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീർത്ഥാടന യാത്രകൾക്കും ഒക്കെ ഭക്തർക്കൊപ്പം ഒരു ചെറിയ സംഘം ഭക്തർക്കൊപ്പം ഒക്കെ ഈ ഇത്തരത്തിൽ ട്രെയിനിൽ യാത്ര നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷം വലിയൊരു സംഘം, അതായത് 1200ഓളം പേർ വരുന്ന ഒരു തീർത്ഥാടക സംഘം അല്ലെങ്കിൽ അമ്മയുടെ മക്കൾക്കൊപ്പമാണ് അമ്മ ഇത്തരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ട്രെയിനിൽ യാത്ര തിരിക്കുന്നത്. അത് ഏറെ നാളുകൾക്ക് ശേഷം ഇതാദ്യമായാണ്. ഏതായാലും അമ്മയെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് പ്രത്യേക ക്ഷണം, ആ ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അമ്മ അവിടേക്ക് യാത്ര തിരിക്കുമ്പോൾ അമ്മയെ അവിടെ സ്വീകരിച്ച് ആനയിച്ച് ഈ ചടങ്ങുകൾക്കൊക്കെ അമ്മയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അമ്മയുടെ കൂടി പങ്കെടുക്കുന്ന ഈ ചടങ്ങുകളുടെ ഒരു ആത്മീയത അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഏതായാലും ഈ മാസം 19-നാണ് ആ ചടങ്ങുകൾ, അതായത് ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതിനുള്ള ചടങ്ങുകൾ നടക്കുക. ഭാരതത്തിലെ ആത്മീയ നിരയിലുള്ള മറ്റു പ്രമുഖരും ഒക്കെ തന്നെ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ശരി, എന്തായാലും ഇന്ന് അമ്മ അയോധ്യയിലേക്ക് 1200ഓളം അധികം വരുന്ന ഭക്തർക്കൊപ്പവും ഒപ്പം മറ്റ് സന്യാസി ശ്രേഷ്ഠന്മാർക്കൊപ്പവും ഒക്കെ അമ്മ യാത്ര തിരിക്കും. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനൊപ്പം 19-ാം തീയതി രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങുകളിലൊക്കെ അമ്മ പങ്കെടുക്കുകയും ചെയ്യും. സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയുടെ കായിക ഭൂപടത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ക്യൂൻ ഓഫ് അറേബ്യൻ സീ പിക്കിൾ ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. പിക്ലേഴ്സ് ഹബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ചാമ്പ്യൻഷിപ്പ് പ്രശസ്ത മോഡലും നടിയുമായ ഋതുമന്ത്ര ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടും തരംഗമായി മാറുകയാണ് പിക്കിൾ ബോൾ എന്ന ന്യൂജൻ കായിക ഇനം.
അത്യാധുനിക സൗകര്യങ്ങളുള്ള കൊച്ചിയിലെ റാലി ലാബ്സിലാണ് പിക്കിൾ ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. 7 ഇൻഡോർ സിന്തറ്റിക് കോർട്ടുകളുള്ള വേദിയിൽ ദേശീയ താരങ്ങളും കായിക പ്രേമികളും അണിനിരന്നു. കായിക പ്രേമികൾക്കിടയിൽ തരംഗമായി മാറുന്ന പിക്കിൾ ബോൾ ഒരു ലൈഫ് സ്റ്റൈൽ കായിക ഇനം കൂടിയാണ്. ടെന്നീസ്, ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ് എന്നിവയുടെ ഘടകങ്ങൾ സംയോജിപ്പിച്ചാണ് പിക്കിൾ ബോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ 2 കൊല്ലമായിട്ട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വി ഹാവ് മോർ ദാൻ 200+ പ്ലേയേഴ്സ്. Lot of people have joined up. 240 players are registered. Pickleball boosts health and wellness. It is played in a small court. Badminton court lana kali. This is a paddle, little bigger than the table tennis bat and plastic ball. So idinte pratyekatha, it is easy to, it's in a small court and it is easy to play. പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ പ്രാക്ടീസ് ചെയ്യാവുന്ന കായിക ഇനമാണ് ഇത്. പരിക്കേൽക്കാനുള്ള സാധ്യത വളരെ കുറവായതിനാൽ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഹൃദയാരോഗ്യവും ശാരീരിക ക്ഷമതയും നിലനിർത്താൻ ഏറ്റവും അനുയോജ്യമായ വിനോദമാണ് പിക്കിൾ ബോൾ. അപ്പോൾ കൂടുതൽ സെലിബ്രിറ്റീസ് മാത്രമല്ല എല്ലാവരും കളിക്കട്ടെ. ഐ എം ജസ്റ്റ് സേയിങ് ലൈക്ക് സെലിബ്രിറ്റീസ് വരുമ്പം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദെയർ ഫിസിക്. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ്. അപ്പോൾ ഇനിയും നമ്മൾ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ കൂടെ കളിക്കാൻ പറ്റട്ടെ ഫ്യൂച്ചറിൽ എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന 2ാമത്തെ കായിക വിനോദമായി പിക്കിൾ ബോൾ മാറിക്കഴിഞ്ഞു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ ദേശീയ നിലവാരമുള്ള താരങ്ങളുടെ പോരാട്ടം നടക്കും. അമൃത ന്യൂസ്, കൊച്ചി. ചേർത്തലയുടെ വികസന സ്വപ്നങ്ങളെ ചേർത്തു പിടിക്കുകയാണ് കിഫ്ബി. ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 270 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമായത്. 270 കോടിയുടെ വിവിധ പദ്ധതികൾ ചേർത്തലയുടെ ഹൃദയം തൊട്ടറിഞ്ഞ് വികസന വഴിയിൽ ചേർത്തലയെ ചേർത്ത് പിടിക്കുകയാണ് കിഫ്ബി. ചേർത്തലയുടെ വികസന സ്വപ്നങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കിഫ്ബി. മണ്ഡലത്തിലാകെ 270 കോടിയുടെ പദ്ധതിയാണ് ഇക്കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ പൂർത്തീകരിച്ചത്. നിർമ്മാണം പുരോഗമിക്കുന്ന പദ്ധതികൾ വേറെയും. മണ്ഡലത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ച വികസന പദ്ധതികൾക്കാണ് കിഫ്ബിയിലൂടെ നിറം വെച്ചത്. കായലിനും കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭൂപ്രദേശത്തെ സംരക്ഷിച്ചു നിർത്തുന്ന തീരസംരക്ഷണം, ആരോഗ്യമേഖലയിലെ നവീന ഇടപെടൽ തുടങ്ങി ചേർത്തലയിലെ ജനതയുടെ മനം തൊട്ടറിഞ്ഞ വികസനങ്ങൾ മന്ത്രി കൂടിയായ മണ്ഡലത്തിലെ MLA പി പ്രസാദിലൂടെ യാഥാർത്ഥ്യമായി. കിഫ്ബിയിലൂടെ വലിയ മുന്നേറ്റമാണ് ചേർത്തല നിയമസഭാ മണ്ഡലത്തിലും നടന്നിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 1,10,000 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലായപ്പോൾ നല്ല തരത്തിലുള്ള പരിഗണന ചേർത്തല നിയമസഭാ മണ്ഡലത്തിലും ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. ചേർത്തല മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം വേമ്പനാട് കായലാണെങ്കിൽ മറുകരയ്ക്ക് അല്ലെങ്കിൽ അങ്ങേ സൈഡ് എന്ന് പറയുന്നത് കടലാണ്. കടലിനും കായലിനും ഇടയിൽ കിടക്കുന്ന ഈ ഭൂപ്രദേശം അതുകൊണ്ട് തന്നെ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഏറെയായിരുന്നു. ഞങ്ങളുടെ തീരപ്രദേശത്തുണ്ടായിരുന്ന ഒറ്റമശ്ശേരി പോലുള്ള ഇടങ്ങളിൽ ഒരു കല്ലുപോലും ഇല്ലാത്തതിൻ്റെ ഫലമായി കടൽക്ഷോഭം മൂലം വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. അതിന് പരിഹാരമുണ്ടാക്കിയത് കിഫ്ബിയിലൂടെ ലഭ്യമായ തുക ഉപയോഗിച്ചാണ്. ഏതാണ്ട് 25 കോടിയോളം രൂപ മുടക്കി നമുക്കിന്ന് ആ തീരമേഖലയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. കടൽ കരുതുള്ളുമ്പോൾ കരയിലുള്ള എല്ലാവരുടെയും കരൾ പിടയുന്ന അവസ്ഥയ്ക്ക് പരിഹാരമാവുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. അനേക ജീവനുകളുടെ, ജീവിതങ്ങളുടെ, കുടുംബങ്ങളുടെ, നൂറുകണക്കായ മനുഷ്യരുടെ ജീവിതത്തിലാണ് അത് ആശ്വാസം തീർത്തിരിക്കുന്നത്. ചേർത്തല അതേപോലെ തന്നെ തോടുകൾക്കും പാലങ്ങൾക്കുമെല്ലാം കേൾവി കേട്ട ഒരിടം തന്നെയാണ്. ശരീരത്തിലെ നാഡീഞരമ്പുകൾ പോലെ തോടുകളുള്ള സ്ഥലമാണ് ചേർത്തലയുടെ മണ്ണ്. ആ ഭൂപ്രദേശം കരപ്പുറം തന്നെയും. ചേർത്തല പട്ടണത്തിൽ നിരവധിയായ പാലങ്ങളുണ്ട്. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള പാലങ്ങൾ കാലപ്പഴക്കത്താൽ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമായിരുന്നു, അനുഭവമായിരുന്നു. ഈ പാലങ്ങൾക്കെല്ലാമുള്ള പണം എവിടെ നിന്നാണ് കണ്ടെത്താൻ കഴിയുക? ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചേർത്ത് വെച്ച് അത് ചെയ്യാൻ തീരുമാനിച്ചാൽ ഓരോ മണ്ഡലത്തിലും ഇതേപോലുള്ള പാലങ്ങൾ തീർക്കാനായി പണം അനുവദിക്കാൻ കേരളത്തിൻ്റെ ബജറ്റ് തന്നെയും മതിയാവാതെ വരുന്ന അവസ്ഥയിലേക്ക് എത്തും. അവിടെയാണ് കിഫ്ബി ഒരു സഹായമായി നമ്മുടെ എല്ലാം മുമ്പിലേക്ക് എത്തത്, ഞങ്ങളുടെയും മുമ്പിലേക്ക് എത്തത്. പാലങ്ങൾക്ക് പണം അതിലൂടെ അനുവദിച്ചു തരുന്നതിലേക്കെത്തി. നിരവധിയായ പാലങ്ങൾ പൂർത്തിയാകുന്ന തരത്തിലേക്കെത്തി.
അതുണ്ടാക്കിയ ആശ്വാസവും ചെറുതല്ല. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിരവധിയായ സ്ഥാപനങ്ങൾ ചേർത്തലയിലുണ്ട്. എണ്ണം പറഞ്ഞ സർക്കാർ വിദ്യാലയങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു മേഖല തന്നെയാണ് ചേർത്തല മണ്ഡലം, ചേർത്തല തന്നെ. അവിടെയുള്ള വിദ്യാലയങ്ങൾ ആധുനിക രീതിക്കനുസരിച്ച് ഒന്ന് റെഡിയാക്കിയെടുക്കുക എന്നത് അതിന് വേണ്ടി വരുന്ന പണവും ചെറുതായിരുന്നില്ല. നിരവധിയായ സ്കൂൾ കെട്ടിടങ്ങൾക്ക് പണം അനുവദിച്ചത് കിഫ്ബിയിലൂടെയാണ്. 25, 30, 40 കൊല്ലങ്ങൾ കഴിഞ്ഞ് മാത്രം നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമായി. നമ്മുടെ സ്കൂളുകൾക്കെല്ലാം പുതിയ കെട്ടിടങ്ങളുണ്ടായി, തലയെടുപ്പോടുകൂടി അത് നിൽക്കുന്നു. ആധുനിക കാലത്തിന് ഇണങ്ങുന്ന തരത്തിലുള്ള വിദ്യാലയം ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവിക്കാണ് അത് ഏറ്റവും ഗുണകരമായി ഭവിക്കുന്നത് എന്നുകൂടി നാം ഓർക്കുക. ഈ സ്കൂളുകളെല്ലാം ഇത്തരത്തിലേക്ക് മെച്ചപ്പെട്ട സ്കൂളുകളായി മാറിയത്, മെച്ചപ്പെട്ട കെട്ടിടങ്ങൾ അവിടെയെല്ലാം ഉണ്ടായത് കിഫ്ബിയുടെ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ₹84 കോടി മുതൽ മുടക്കിലാണ് ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. OP അനുബന്ധ സേവനങ്ങൾ, കിടത്തി ചികിത്സാ സംവിധാനം, സർജറി വിഭാഗം, 4 ഓപ്പറേഷൻ തിയേറ്ററുകൾ, 30 കിടക്കകളുള്ള 3 ICU, ജനറൽ സർജറി, ഓർത്തോ, ജനറൽ മെഡിസിൻ, ഒഫ്താൽമോളജി, ENT, പീഡിയാട്രിക് അനസ്തേഷ്യ, ഡെൻ്റൽ, ഡെർമറ്റോളജി വിഭാഗങ്ങൾ, ഓക്സിലറി സേവനങ്ങൾ, ലാബ്, എക്സ്റേ, ഫാർമസി തുടങ്ങിയവയാണ് പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. 84 കോടിയോളം രൂപ മുടക്കിയിട്ടാണ് ചേർത്തലയുടെ താലൂക്ക് ആശുപത്രി ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഒരു ബഹുനില മന്ദിരം പൂർത്തിയാകുന്നു. മന്ദിരം മാത്രമല്ല, ആധുനിക സൗകര്യങ്ങൾ, പുതുപുത്തൻ ചികിത്സാ രീതികൾ, അതിനൊക്കെ ആവശ്യമായ ഉപകരണങ്ങൾ, അതെല്ലാം സജ്ജമാക്കിയിരിക്കുന്ന, ആധുനിക ചികിത്സാ രീതികൾ ലഭ്യമാവുന്ന ഒരു പ്രധാനപ്പെട്ട ആതുര ശുശ്രൂഷ കേന്ദ്രമായി ചേർത്തല താലൂക്ക് ആശുപത്രി മാറിയിരിക്കുന്നു. 84 കോടി രൂപയുടെ കിഫ്ബി പദ്ധതിയോടെയാണ് ഇത് യാഥാർത്ഥ്യമായി തീരുന്നത് എന്നുള്ളത് മറ്റൊരു അഭിമാനകരമായ നേട്ടം തന്നെയാണ്. ചേർത്തല, അരൂർ മണ്ഡലങ്ങളിലെ നിരവധി സാധാരണക്കാരുടെ ആശ്രയമായ താലൂക്ക് ആശുപത്രിയിൽ പ്രതിദിനം 1200-ൽ പരം രോഗികൾ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. 300ഓളം കാഷ്വാലിറ്റി, 100ഓളം കിടത്തി ചികിത്സ, ചെറുതും വലുതുമായി 60ഓളം സർജറികൾ എന്നിവ പ്രതിദിനം നടന്നുവരുന്ന ആശുപത്രിയിൽ രോഗികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 2022 ആരംഭിച്ച പ്രവർത്തനങ്ങൾ കിഫ്ബിയുടെ സഹായത്തോടെ പൂർത്തീകരിച്ച് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആതുര സേവന രംഗത്തെ മഹത്തായ ഒരു ഹോസ്പിറ്റലാണ് ചേർത്തല. ചേർത്തലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ദിവസം തോറും ആയിരക്കണക്കായിട്ടുള്ള രോഗികളാണ് ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നത്. ആ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും അതിൻ്റെ നില മെച്ചപ്പെടുത്തുവാനും വേണ്ടി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി LDF സർക്കാർ അനുവദിച്ചിട്ടുള്ള തുകയുടെ പൂർത്തീകരണമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ചേർത്തലയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് ഈ ഹോസ്പിറ്റലിൻ്റെ നവീകരണത്തിനോട് സംഭവിച്ചിരിക്കുന്നത്. 250ഓളം ബെഡുകൾ രോഗികൾക്ക് വേണ്ടി സജ്ജമാക്കിയിട്ടുണ്ട്. 4ഓളം ഓപ്പറേഷൻ തിയേറ്ററുകൾ, ICU യൂണിറ്റുകൾ, അങ്ങനെ വേണ്ട ഒരു സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിന് വേണ്ട എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് ഈ കിഫ്ബിയുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനം നടന്നിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഹൈറ്റ്സാണ് ഈ പ്രവൃത്തിയുടെ മേൽനോട്ടം വഹിച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ, ആർക്കും ഒരു തെറ്റും പറയാത്ത രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. അത്യാധുനിക രീതിയിൽ ഇന്ന് ചേർത്തലയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന് പോലും ഇല്ലാത്ത സംവിധാനമാണ് ചേർത്തല ഹോസ്പിറ്റലിൽ ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഈ നാട്ടുകാർക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക്, കണ്ണീരൊപ്പുന്ന ജനങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും. വരുന്ന നാളുകളിൽ ചികിത്സാ സൗകര്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി കഴിയുന്ന തരത്തിലേക്ക് ചേർത്തല ഹോസ്പിറ്റലിന് ഈ കെട്ടിട സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി എത്താൻ വേണ്ടി കഴിയും. ഈ കിഫ്ബി പ്രവർത്തനത്തിൽ ഈ നാട് മുഴുവൻ ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേർത്തലയിൽ തന്നെ കോടാനുകോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി LDF സർക്കാർ നടത്തിയിട്ടുള്ളത്. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ കടപിടിക്കുന്ന തരത്തിലേക്കാണ് ഈ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സാധാരണക്കാരന് മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കുവാൻ നഗരസഭയും സർക്കാരുമെല്ലാം വളരെയധികം താല്പര്യമെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഈ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഡോക്ടർമാരെയെല്ലാം മറ്റ് സ്റ്റാഫുകളെല്ലാം നിയമിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നതാണ്.
ചേർത്തലക്കാരുടെ പ്രധാന തലവേദനയായിരുന്ന തീരദേശ മേഖലയുടെ സംരക്ഷണത്തിനായി 23.6 കോടി രൂപ മുതൽ മുടക്കിൽ കടക്കരപ്പള്ളി ഒറ്റമശ്ശേരി തീരസംരക്ഷണ പ്രവർത്തനങ്ങളും അവസാന ഘട്ടത്തിലാണ്. മണ്ഡലത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിന് 13 കോടി രൂപ അനുവദിച്ചപ്പോൾ വയലാർ ജംഗ്ഷൻ, വയലാർ കടവ്, പള്ളിപ്പുറം ഇൻഫോ പാർക്ക് റോഡും പാലവും നിർമ്മിക്കുന്നതിനായി 94.1 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ വകയിരുത്തിയത്. ഇതിനെല്ലാം പുറമെ ചേർത്തല നെടുമ്പർക്കാട് വിളക്കുമരം പാലം 20.6 കോടി, ചേർത്തല ഇരുമ്പ് പാലം പുനർനിർമ്മാണം 20.61 കോടി, മുട്ടം മാർക്കറ്റ് നവീകരണം 3.08 കോടി എന്നിവയാണ് കിഫ്ബിയിലൂടെ പൂണിയുന്ന മറ്റ് വികസന പദ്ധതികൾ. വയലാർ കവലയെയും ഇൻഫോ പാർക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ റോഡും പാലവും കൂടി 94 കോടി രൂപയ്ക്ക് അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നതും കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെയാണ്. കിഫ്ബി നൽകുന്ന സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ പറയാൻ നിരവധിയായ കാര്യങ്ങളാണ്. എണ്ണം പറഞ്ഞ സ്കൂളുകൾ, ഞങ്ങളുടെ ഏറ്റവും പ്രമുഖമായ പാലങ്ങൾ, വലിയ റോഡുകൾ, ഞങ്ങളുടെ തീരമേഖലയുടെ സംരക്ഷണം, ആതുര ശുശ്രൂഷ രംഗത്ത് ഏറ്റവും പ്രമുഖമായി തലയെടുപ്പോട് നിൽക്കാൻ കഴിയുന്ന സാധാരണക്കാരായ മനുഷ്യർ അധിവസിക്കുന്ന ഒരു പ്രദേശത്ത് അവരുടെ ചികിത്സ മെച്ചപ്പെട്ടതാക്കാൻ ഉപകരിക്കുന്ന താലൂക്ക് ആശുപത്രി നിർമ്മാണം 100 കണക്കിന് കോടി രൂപയാണ് ഇത്തരത്തിൽ ചേർത്തലയിലേക്കും ഒഴുകി എത്തിയത്. ചേർത്തലയുടെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും മുതൽക്കൂട്ടായി മാറിയത് കിഫ്ബി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. കിഫ്ബി നിലനിൽക്കേണ്ടത് ഭാവി കേരളത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങളെ, ഭാവിയുടെ ആവശ്യകതയെ കണക്കിലെടുത്തുകൊണ്ടുള്ള വികസനത്തിൻ്റെ പൂർത്തീകരണത്തിന് കിഫ്ബി ചേർത്തലയ്ക്ക് ചെയ്തത് സഹായം ചെറുതല്ല. ചേർത്തലയെ വലിയ പരിഗണനയോടുകൂടി തന്നെയാണ് കിഫ്ബിയും കണക്കാക്കിയത്. അമൃത ന്യൂസ്, ആലപ്പുഴ. സിനിമാ നയം അംഗീകരിച്ച സർക്കാർ. സിനിമാ ടിക്കറ്റിന്റെ വിനോദ നികുതി പൂർണ്ണമായും ഒഴിവാക്കാൻ സർക്കാർ അംഗീകരിച്ച സിനിമാ നയത്തിൽ ശുപാർശ. GST വിഹിതം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് നൽകി ഇരട്ട നികുതി ഒഴിവാക്കണം. വനിതാ പ്രവർത്തകരുടെ സുരക്ഷിത യാത്രയും താമസവും നിർമ്മാതാവിന്റെ ഉത്തരവാദിത്തമാണെന്നും സിനിമാ നയം വ്യക്തമാക്കുന്നു. വനിതകളുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും സിനിമയ്ക്ക് പൊതു സബ്സിഡി വിഹിതത്തിന്റെ 20% നീക്കിവെക്കണം. വിവിധ കമ്മിറ്റികളിൽ കുറഞ്ഞത് 30% സ്ത്രീ പ്രാതിനിധ്യം വേണം. ഔദ്യോഗിക സ്ഥാനത്തിന് ലിംഗഭേദമില്ലാത്ത പദം ഉപയോഗിക്കണം. പോഷ് ആക്ട് പ്രകാരമുള്ള ആഭ്യന്തര സമിതി എല്ലാ യൂണിറ്റിലും വേണം. സംസ്ഥാന തലത്തിലും ട്രിബ്യൂണൽ വേണം. സിനിമാ വ്യവസായത്തിന് മേൽനോട്ടം വഹിക്കാൻ മുഖ്യമന്ത്രി അധ്യക്ഷനായ ഉന്നതതല കൗൺസിൽ സ്ഥാപിക്കുക. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചലച്ചിത്ര പഠനം ഉൾപ്പെടുത്തുക. സിനിമയ്ക്കുള്ള സുരക്ഷാ പ്രോട്ടോകോൾ വെബ് സീരീസുകൾക്കും TV സീരിയലുകൾക്കും ബാധകമാക്കുക തുടങ്ങിയ ശുപാർശകളും സർക്കാർ അംഗീകരിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ വർഷത്തെ സീസണിലെ 5ാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില. ഈസ്റ്റ് ബംഗാൾ FCയെ 1-1 സമനിലയിൽ തളച്ചു. മലയാളി താരം മുഹമ്മദ് അജ്സലിന്റെ ഗോളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില നേടാനായത്. തുടർച്ചയായ 4 തോൽവികൾക്ക് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് അക്കൗണ്ട് തുറന്നത്. നെറ്റിപ്പട്ട നിർമ്മാണം, ബാംബു ക്രാഫ്റ്റ്, മ്യൂറൽ പെയിന്റിംഗ്, ആഭരണ നിർമ്മാണം, ഫാബ്രിക് പെയിന്റിംഗ് കല എന്തുമാകട്ടെ ഗായത്രി ദേവിയുടെ കയ്യിൽ അതൊക്കെ ഭദ്രമാണ്. കാണാം ഇനി സെൻട്രൽ മാഗസീനിൽ ഗായത്രി ദേവിയുടെ കരവിരുതുകൾ. നമസ്കാരം. സെൻട്രൽ മാഗസീനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ അംബാസഡർമാരാണ് ചില ചെറിയ കൗതുക വസ്തുക്കൾ. ഉദാഹരണത്തിന് കഥകളി രൂപങ്ങൾ, ചുണ്ടൻ വള്ളം. അക്കൂട്ടത്തിൽ ട്രെൻഡിങ് ആയിരിക്കുകയാണ് നെറ്റിപ്പട്ടങ്ങൾ. ഈ നെറ്റിപ്പട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ആനയെ എഴുന്നള്ളിക്കാൻ മാത്രമല്ല ഇപ്പോൾ നെറ്റിപ്പട്ടങ്ങൾ ഉപയോഗിക്കുന്നത്. കാറിൽ തൂക്കിയിടാൻ, നമ്മുടെ കാറിൻ്റെ മുൻവശത്തൊക്കെ. അതുപോലെ സ്വീകരണ മുറികളെ അലങ്കരിക്കാൻ, അതോടൊപ്പം ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകാൻ. അങ്ങനെ നെറ്റിപ്പട്ടങ്ങൾ പല രൂപത്തിൽ, പല ഭാവത്തിൽ നമ്മുടെ ഇടയിൽ ഇപ്പോഴുണ്ട്. പക്ഷേ ഇതിന് ചില കണക്കുകളുണ്ട്, ചില സങ്കല്പങ്ങളുണ്ട്, ചില കഥകളുണ്ട്. ആ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് കോട്ടയത്ത് നിന്ന് ഗായത്രി ദേവി. നമുക്ക് ആ വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. നമ്മൾ
നമ്മളിവിടെ തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചാൽ കാറയിലിടുന്ന നെറ്റിപ്പട്ടം തൊട്ട് നമ്മൾ വീട്ടിൽ ആനയ്ക്കുള്ള നെറ്റിപ്പട്ടം വരെ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ഇതിപ്പോൾ കാറിൽ നമ്മൾ തൂക്കിയിടുന്ന നെറ്റിപ്പട്ടങ്ങളാണിത്. ഇപ്പോൾ ഈ കാണുന്നതെന്ന് ചോദിച്ചാൽ ഒരടിയുടെ നെറ്റിപ്പട്ടം, 1 അടി, 1.5 അടി, 2, 2.5, 3, 3.5, 4, 4.5, 5, 5.5 അങ്ങനെയുള്ള സൈസുകളിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് സൈസുകൾ മാത്രമേ ഇവിടെ ഇട്ടിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഓർഡർ അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഓർഡേഴ്സ് വന്നിരിക്കുന്ന നെറ്റിപ്പട്ടമാണ്. ഇത് മ്യൂറലിൽ ചെയ്തിരിക്കുന്ന പോട്ടാണ്, മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ചെയ്തിരിക്കുന്ന പോട്ടാണ്. നമ്മുടെ വീട്ടിൽ ഫ്ലവർ വൈസ് ആയിട്ടും മറ്റുള്ളതായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ പോട്ട്. അതേ രീതിയിൽ തന്നെ നമ്മുടെ വീടുകളിലുള്ള കല്ലുകളിൽ പെയിൻറ്റിങ്സ് ചെയ്തിരിക്കുന്ന പേപ്പർ വെയ്റ്റുകളൊക്കെ ആയിട്ട് ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് വിൽക്കാറുള്ളതാണ്. കോളേജ് പഠനകാലത്ത് തുടങ്ങിയതാണ് ഗായത്രി ദേവിക്ക് നിറങ്ങളുടെ ലോകത്തോടുള്ള പ്രണയം. ചിത്രരചനയും ഫാബ്രിക് പെയിൻറ്റിങ്ങും വിവിധ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവുമൊക്കെ പലപ്പോഴായി പരിശീലിച്ചു. ആദ്യം ഒരു സ്ഥാപനത്തിൽ പരിശീലനം തേടിയെത്തിയെങ്കിലും അവിടെ പ്രവേശനം നിഷേധിക്കപ്പെട്ടു. അതൊരു വാശിയായി. പിന്നീട് ഒരുപാടിടങ്ങളിൽ നിന്നായി വിവിധ വിഷയങ്ങളിൽ പരിശീലനം നേടി. പിന്നീട് അവയായി ജീവിതവും ഉപജീവനവും. ശരിക്കും ഞാനൊരു തമാശയായിട്ട് പഠിച്ചിരുന്നതാണ് ക്രാഫ്റ്റ്. ഒരു കോളേജ് കാലഘട്ടം തൊട്ട് ഫാബ്രിക് പെയിൻറ്റിങ് അങ്ങനെയൊക്കെ ഉള്ളത്, ജ്വല്ലറി മേക്കിങ്, ഫാബ്രിക്കൊക്കെ ഒരു തമാശയായിട്ട് പഠിച്ചതാണ്. അത് ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതെൻ്റെ ഒരു വലിയൊരു വരുമാന മാർഗമായിട്ട് മാറുമെന്ന്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. എൻ്റെ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ നിറങ്ങളും ഈ നെറ്റിപ്പട്ടങ്ങളും തന്നെയാണ് എൻ്റെ ലോകം. 2005 മുതൽ വിവിധ സ്വയം തൊഴിലുകളുടെ പരിശീലകയായും മാറി. നെറ്റിപ്പട്ടം, ബാംബു ക്രാഫ്റ്റ്, മ്യൂറൽ പെയിൻറ്റിംഗ്, ആഭരണ നിർമ്മാണം, ഫാബ്രിക് പെയിൻറ്റിംഗ് തുടങ്ങി ഗായത്രി ദേവി പരിശീലനം നൽകുന്ന വിഷയങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. എന്നാൽ നെറ്റിപ്പട്ടം തന്നെയാണ് ഗായത്രിയുടെ മാസ്റ്റർ പീസ് ഇനം. നമ്മൾ അതേപോലെ നെറ്റിപ്പട്ടം മാത്രമായിട്ടല്ല പെയിൻറ്റിങ് സെക്ഷൻസും നമുക്കുണ്ട്. പെയിൻറ്റിങ് ചോദിച്ചാൽ ഡ്രസ്സിലുള്ള പെയിൻറ്റിങ് ഉണ്ട്, ഗ്ലാസ്സിലുണ്ട്, പോട്ടിലുണ്ട്, ചുവർച്ചിത്രങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ചുവർച്ചിത്രമാണ്, ശിവനും പാർവതി ആയിട്ടുള്ള ചുവർച്ചിത്രമാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് സൈസിനനുസരിച്ച് ഓരോ വീടുകൾക്ക് ആവശ്യത്തിനായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് പ്രോഗ്രാംസ് നടക്കുന്ന ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളും ചോദിച്ചാൽ RCTകളിൽ 14 ജില്ലയിലും കേരളത്തിൽ 14 ജില്ലയിലെ RCTകളിൽ ഈ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ വ്യവസായ ഓഫീസുകൾ, കോളേജുകൾ, MSME ഇതിലെല്ലാം തന്നെ കുട്ടികൾക്കായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സ്കൂൾ തലങ്ങളിൽ, ജയിലിൽ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഒരു വരുമാന മാർഗം. നമ്മളൊരു കൈത്തൊഴിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടമ്മമാരുണ്ട്, കുടുംബശ്രീ, ഇതൊക്കെ ഒരു കൈത്തൊഴിൽ പഠിച്ചാൽ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാലും 10 രൂപ വരുമാനം കിട്ടും. നെറ്റിപ്പട്ടങ്ങൾക്ക് ധാരാളം ഓർഡറുകൾ ലഭിക്കാറുമുണ്ട്. കൂടുതലും വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും സ്വീകരണ മുറികളുടെ അലങ്കാരത്തിനായുള്ളതാണ്. പല അളവിലും ഡിസൈനുകളിലും നെറ്റിപ്പട്ടങ്ങൾ തയ്യാറാക്കി നൽകുന്നുണ്ട്. ഇത് 1/2 അടിയുടെ കണ്ടു, ഇത് 1.5 കണ്ടു, ഇത് 2, 2.5, ഇത് 3.5. ഈ സൈസാണ്. ഈ കിടക്കുന്നത് 4.5 അടി നെറ്റിപ്പട്ടാണ്. 5.5 അടി ഇവിടെ ഞാൻ ഇട്ടിട്ടില്ല, ഞാനത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇത് തിടമ്പുകളാണ്. ഇത് പല സൈസുകളിലുണ്ട്. 1, 2, 2.5. ഇനി ഈ തിടമ്പിൽ വേറെ ഒന്നുമില്ല, നമ്മൾ വേസ്റ്റായിട്ട് പോകുന്ന തടി കഷ്ണങ്ങൾ വെച്ച് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് വന്നിരിക്കുന്നത് മൈപ്പീലി നെറ്റിപ്പട്ടം ഒക്കെ വന്നിരിക്കുമ്പോൾ അതേ മൈപ്പീലി വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ തിടമ്പും. ഇത് ഉത്സവത്തിനൊക്കെ എടുക്കുന്ന തിടമ്പിൻ്റെ വലിപ്പത്തിലാണ് ഈ വലിയ തിടമ്പിനെ ചെയ്തിരിക്കുന്നത്. ആവശ്യമനുസരിച്ച് നെറ്റിപ്പട്ടങ്ങളുടെ അളവ് വ്യത്യാസപ്പെടുമെങ്കിലും അവയിലെ സങ്കല്പങ്ങളും കണക്കുകളും തെറ്റാറില്ല. ദേവഗണങ്ങളും നവഗ്രഹങ്ങളും പഞ്ചഭൂതങ്ങളുമടക്കം ഓരോന്നിനും അതതിൻ്റേതായ സ്ഥാനം ഉറപ്പാക്കി തന്നെയാണ് നിർമ്മാണം. 5.5 അടി നെറ്റിപ്പട്ടമാണ്. 5.5, 6, 6.5 ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്ന നെറ്റിപ്പട്ടങ്ങളാണ്. ഇതിൻ്റെ സങ്കല്പങ്ങൾ എന്താ? ഈ കൊമ്പളകൾ കാണുമ്പോൾ ആർക്കും എന്നാന്നത് സാധാരണ മനസ്സിലാകാറില്ല. ഞാൻ പറഞ്ഞു തരാം. ഇത് ഗണപതിക്ക് വെക്കുന്നു, ശിവന്, ലക്ഷ്മി, സരസ്വതി, പാർവതി, പിന്നെ സപ്ത ഋഷിമാർ 7 പേര്, വിശ്വകർമാവ്, വിശ്വാമിത്ര, അഷ്ടവസുക്കൾ, നവഗ്രഹങ്ങൾ. അത് കഴിഞ്ഞ് ശിവൻ്റെ ചന്ദ്രക്കല. ഈ ശിവൻ്റെ ചന്ദ്രക്കല വയ്ക്കുമ്പോഴത്തേക്ക്
ഒന്നെങ്കിൽ 7, 9 ഓഡ് നമ്പേഴ്സിൽ 3, 5, 7, 9, 11 എന്ന കണക്കിൽ വേണം വെക്കാൻ. വെച്ച് നമ്മൾ ഇതും കൂടെ ചേർത്ത് ബെല്ലും കൂടെ കെട്ടിയാണ് ഇത് അവസാനിപ്പിക്കുന്നത്. നിറങ്ങളിലും ചിലതിലൊക്കെ വ്യത്യസ്തതയുണ്ട്. മയിൽപ്പീലി നെറ്റിപ്പട്ടം അത്തരത്തിലൊന്നാണ്. കടയിൽ നിന്ന് നമ്മൾ ശരിക്കും വാങ്ങിക്കുന്ന ഒരു ക്ലോക്കാണ്. ആ വാങ്ങിച്ച ക്ലോക്കയിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് ബോർഡയിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസ് എല്ലാം വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നെറ്റിപ്പട്ടത്തിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന വൂളും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു ക്ലോക്കാണിത്. ക്ലോക്കിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത്. ക്ഷേത്രോത്സവങ്ങളോട് അനുബന്ധിച്ചുള്ള എഴുന്നള്ളിപ്പുകളിൽ ആനകളെ അണിയിക്കാനുള്ള നെറ്റിപ്പട്ടവും തയ്യാറാക്കി നൽകുന്നുണ്ട്. എന്നാൽ ആനയ്ക്കായുള്ള നെറ്റിപ്പട്ടങ്ങൾക്ക് അലങ്കാര നെറ്റിപ്പട്ടങ്ങൾ പോലെ ഓർഡറുകൾ ലഭിക്കാറില്ല. ആനയ്ക്കുള്ള നെറ്റിപ്പട്ടത്തിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുവകകളിലും വ്യത്യാസമുണ്ട്. പ്ലാസ്റ്റിക് ഭാഗങ്ങൾ ഒഴിവാക്കി ലോഹ ഭാഗങ്ങളാണ് ഇതിൽ കൂടുതലായി ഉൾപ്പെടുത്തുക. അപ്പോൾ വിലയും ഉയരും. 1,00,000 രൂപയ്ക്ക് മുകളിലാണ് ആനയ്ക്കുള്ള നെറ്റിപ്പട്ടങ്ങളുടെ വില. റേറ്റും ഹൈറ്റും കൂടി ആയിട്ട് ഒരു ഫോട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. ആ ഇട്ട് കൊടുക്കുന്ന അനുസരിച്ചിട്ടാണ് അവർ നമുക്ക് ഓർഡർ തരുന്നത്. പിന്നെ സൈസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 1/2 അടി തൊട്ട് നമ്മൾ കയറുന്നുണ്ട്. 1/2 അടി, 1/2, 1, 1.5. ഞാനിവിടെ കൂടുതലും 2, 2.5, 3, 3.5, 4, 4.5, 5 ഇങ്ങനെ ആ സൈസിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ നൂലൊക്കെ കെട്ടി എല്ലാം അതിൻ്റെ ബെല്ലും എല്ലാം എനിക്ക് ചുറ്റി കെട്ടി വെക്കുന്ന എല്ലാം അമ്മയാണ്. ഞാൻ ലാസ്റ്റ് ഇങ്ങോട്ട് വന്ന് എല്ലാം കൂടെ മിക്സപ്പ് ആക്കി അത് രൂപത്തിലാക്കുന്നത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഏറ്റവും കൂടുതൽ മോൻ സഹായിച്ചു കൊടുക്കും. ഈ കുറേ നേരം ഇരുന്ന് ഈ മൊബൈലിൽ കാണുമ്പോഴത്തേക്ക് മൊബൈലിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ത്രെഡ് വർക്കിലോട്ട് അവനെ ഒന്ന് കൺവേർട്ട് ചെയ്തത്. എന്തെങ്കിലും ആ കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ പറയും ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു തരണമെങ്കിൽ ഇന്ന ചെയ്ത് അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല ഇന്നൊക്കെ ചെയ്തു തരാമെന്നുണ്ടെങ്കിൽ സാധനം വാങ്ങിച്ചു തരാമെന്ന് പറയും. അങ്ങനെ പതിയെ ആയപ്പോഴത്തേക്ക് മോനും അതിൻ്റെ ഓരോ നമുക്ക് കിട്ടുന്ന കാശിൻ്റെ അകത്ത് ഒരു ഇത്ര % അവനും വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ അവനൊരു ഇൻകമായപ്പോഴത്തേക്ക് അവനും ഇൻട്രസ്റ്റ് ആയി. ഇപ്പം ഞങ്ങൾ 3 പേരും കൂടെ കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഗായത്രിയുടെ നെറ്റിപ്പട്ടം നിർമ്മാണം സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയതോടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വൻതോതിലുള്ള ഓർഡറുകൾ ലഭിക്കുവാനും ധാരാളം പേർ ഇവയുടെ നിർമ്മാണത്തിൽ പരിശീലനം തേടി എത്തുവാനും തുടങ്ങി. എൻ്റെ വീട് കടപ്പൂരാണ്. അവിടെ എനിക്ക് തയ്യൽ യൂണിറ്റ് ഞാൻ നടത്തുന്നു. അന്നേരം അർച്ചന വിമൻസ് സെൻറ്ററിൽ ഗായത്രി മാഡത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഫേബർ പെയിൻറ്റിങ്ങിന്. അതിൽ ഞാൻ പോയി അത് ചെയ്തിരുന്നു. അന്നേരം ആ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ MSMയിൽ ഇങ്ങനെ ക്ലാസ് 6 ആഴ്ചത്തെ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്നുകൂടി അങ്ങനെ ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തു. നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല, ഭയങ്കര ഇഷ്ടമായിട്ടാണ് തോന്നിയത്. ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ബാങ്കുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന സ്വയം തൊഴിൽ പരിശീലന പരിപാടികളിൽ പരിശീലക കൂടിയാണ് ഗായത്രി. ഞാൻ പഠിച്ചത് എന്താണോ അത് ഞാൻ ഒരു തുള്ളി പോലും കുറയ്ക്കാതെ ഞാൻ ഇന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ പഠിച്ചത് എനിക്ക് വരുമാനം ഉണ്ടായ പോലെ തന്നെ മറ്റുള്ളവർക്കും വരുമാനം ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത്. നെറ്റിപ്പട്ടത്തിൻ്റെയൊക്കെ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണ് നടത്തുന്നത്. കാര്യം ബാങ്കിൽ ട്രെയിനിങ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങൾ ജ്വല്ലറി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുത്ത് അങ്ങ് ഉൾഗ്രാമത്തിലിരിക്കുന്നവർക്കും കൂടെ ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഓൺലൈനായും നേരിട്ടും പരിശീലനം നൽകി വരുന്നുണ്ട്. കോളേജുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ജയിലുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലും പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇതിൽ പല സ്ഥാപനങ്ങളിലും വർഷത്തിൽ 2 തവണ വീതം 1 ആഴ്ചയോ 2 ആഴ്ചയോ നീളുന്ന പരിശീലന പരിപാടികളാണ് നടത്തി വരുന്നത്. ഓൺലൈനിലൊക്കെ കാണുന്ന പോലെയല്ല, നമുക്ക് ഫുള്ളായിട്ടൊന്നും പഠിക്കാനൊന്നും അതിൻ്റെ അകത്ത് പറ്റില്ല. അപ്പോൾ നമ്മൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിനകത്ത് നിന്ന് പഠിക്കുക. പിന്നെ നമുക്ക് ഓരോ ടെക്നിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മളതിൽ നിന്ന് നമുക്കൊരു സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് അതിലൂടെ കിട്ടുന്നത്. അപ്പം ഞങ്ങളത് മാക്സിമം യൂസ് ചെയ്ത് ഫ്യൂച്ചർ ഞങ്ങൾക്കത് ഒരു ബിസിനസ്സായിട്ട് ചെയ്യാനായിട്ടാണ് നമ്മളിതെല്ലാം പഠിക്കുന്നത്. 2005 പഠിപ്പിച്ചിരുന്ന സാധനമല്ല 2007 ആയപ്പം വന്നത്. അങ്ങനെ ഓരോ വർഷവും നമ്മൾ ഐറ്റംസ് കൂട്ടി 10-250 ഐറ്റംസോളം ഇവിടെ ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പേപ്പർ ബാഗ്, ബാംബു പ്രൊഡക്ട്സ്, നെറ്റിപ്പട്ട, മ്യൂറൽ പെയിൻറ്റിങ്, കുഷൻ മേക്കിംഗ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കോട്ടയം ഏറ്റുമാനൂരിലുള്ള MSME ടെക്നോളജി ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ വർഷത്തിൽ 2 തവണ ഗായത്രിയുടെ നേതൃത്വത്തിൽ നെറ്റിപ്പട്ടം നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. പലതിലും വലിയ പങ്കാളിത്തമാണ് ഉണ്ടാവാറുള്ളത്. It is a entrepreneur skill development program. It is one of the skill development program. It is conducting for the
different level of program. ESDP is a 1 month program, MDP is a one week program, it is a 1 day program, EAP is a 1 day program. Mainly it is focusing on the handicraft. What are the craft? It is making for the handcrafted. That product, we can sell it in the market level or online trading. That is mainly we can create it. After that, this is all completely free program. In that free programs, we make it Udyam certifications. That certification mainly it's a central government certification. We can start it, whoever the startup business are there. சரி, நான் வந்து ஜஸ்ட் ஒரு அட்டன் பண்ணி பார்க்கலான்னு தான் வந்தேன். பட் இங்கே வந்த பிறகு இந்த கோர்ஸே நான் எக்ஸ்பெக்ட் பண்ணதை விட வேறு லெவலில் இருந்துச்சு. எஸ்பெஷலி காயத்ரி மேம் வந்து அவங்களோட வே ஆஃப் டீச்சிங் வந்து ரொம்ப வந்து வேறு லெவலில் இருந்தது. அவங்க ரொம்ப ஈஸியாக நம்மளுக்கு என்ன இருந்தாலும் நான் தமிழ். ഏതായാലും ഗായത്രിയുടെ പക്കൽ നിന്നും നെറ്റിപ്പട്ടം നിർമ്മാണത്തിൽ പരിശീലനം നേടിയവരെല്ലാം തന്നെ സ്വന്തമായി ഒരു സംരംഭത്തിലേക്ക് കടക്കാമെന്ന 100% ആത്മവിശ്വാസത്തോടെയാണ് മടങ്ങുന്നത്. MSME ടെക്നോളജി ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ പരിശീലനം നേടുന്നവർക്ക് നെറ്റിപ്പട്ടം നിർമ്മാണത്തിനായുള്ള വസ്തുക്കൾ കുറഞ്ഞ നിരക്കിൽ ലഭിക്കാനും നിർമ്മിച്ച നെറ്റിപ്പട്ടങ്ങൾ വിൽക്കുന്നതിനും വേണ്ട സംവിധാനങ്ങളും ഒരുക്കി നൽകുന്നുണ്ട്. വാങ്ങിയ ആൾക്കാർ നമുക്ക് പിന്നെയും ഇഷ്ടം പോലെ അവർക്ക് അറിയാവുന്നവർക്കും എല്ലാം പറഞ്ഞു കൊടുത്താണ് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് വരുന്നത്. ഇതിപ്പോൾ ഈ കിടക്കുന്ന നെറ്റിപ്പട്ടം തന്നെ 5000 എണ്ണമാണ് എനിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് വന്നത്. ആദ്യം നമ്മൾ 2500 കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് 1000 കൊടുത്തു, പിന്നെ ഇങ്ങനെ അവരുടെ ഘട്ടം ഘട്ടമായിട്ട് ഒരാളുടെ വീട് പണിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനായിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴായി ഇവിടെ ഗായത്രിയുടെ നേതൃത്വത്തിലുള്ള നെറ്റിപ്പട്ടം നിർമ്മാണത്തിൽ പരിശീലനം നേടിയവർ നിരവധിയാണ്. നെറ്റിപ്പട്ടം നിർമ്മാണത്തിലൂടെ ഗായത്രി ദേവി സ്വന്തം തലവര മാത്രമല്ല മറ്റ് നിരവധി പേരുടെ തലവരകളും മാറ്റിയെഴുതി. ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് കൂടുതലും സ്ത്രീകളായതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് വഴിയൊരുക്കുന്നവരിൽ ഒരാളായി ഗായത്രി ദേവി മാറിയെന്ന് പറയുന്നതിലും തെറ്റില്ല. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.